ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ നാളത്തെ പരീക്ഷയായിട്ടുള്ള അറബിക്കിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. സോ നമുക്ക് ഈ പേപ്പറിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യത്തെ പ്രവർത്തനം, ഇത് വായിച്ചിട്ട് താഴെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനും പിന്നെ നിങ്ങൾ ചില ചോദ്യങ്ങൾ ഉണ്ടാക്കാനുമുണ്ട്. നമുക്ക് ആദ്യം ഈ പാരഗ്രാഫ് വായിച്ചു നോക്കാം. മുർഷിദുൻ വലതുൻ സ്വാലിഹുൻ. മുർഷിദ് നല്ലൊരു സ്വാലിഹായ നല്ലൊരു കുട്ടിയാണ്. ബൈത്തുഹു ഫിൽ മദീനത്തി. അവൻ്റെ വീട് എവിടെയാണ്? മദീനത്താണ്. ഫിൽ ബൈത്തിൽ ജദ്ദു വൽ ജദ്ദത്തു വൽ അബു വൽ ഉമ്മു വൽ അഹു വൽ ഉഹ്താനി. വീട്ടില് വലിയുമ്മ വലിയുപ്പ, ഉമ്മ ഉപ്പ, സഹോദരൻ സഹോദരിമാർ ഇവരൊക്കെയാണുള്ളത്. ഇസ്മു ഹാദിഹിൽ അസ്രത്തി ആലു അദ്നാൻ. അവൻ്റെ കുടുംബത്തിൻ്റെ പേര് അദ്നാൻ എന്നാണ്. ഇജ്തമഉ ഫി മുൽതക ഉസ്രത്തിഹിം വദാലിക ഫി ബൈത്തി മുർഷിദ്. അവരുടെ കുടുംബ സംഗമം നടന്നു. എവിടെ വെച്ചിട്ടാണ് നടന്നത്? വദാലിക ഫി ബൈത്തി മുർഷിദ്. മുർഷിദിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് കുടുംബ സംഗമം നടന്നത്. ഇജ്തമ അഅ്ലാഉൽ അസ്രത്തി ഫിൽ മസാഇ. കുടുംബ സംഗമത്തില് എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. ഫിൽ മസാഇ, വൈകുന്നേരം. നാക്കഷുവൻ മർവാൻ. അവർ മർവാനെ കുറിച്ച് ചർച്ച ചെയ്തു. ഹുവ ഇബ്നു അമ്മി മുർഷിദ്. അവർ മർവാന് മുർഷിദിന്റെ മൂത്താപ്പയുടെ മകനാണ്. ഹസ്വല മർവാനു അലാ ഫുർസത്തിൽ ദിറാസത്തിൽ ഉലിയ ഫി ഡൽഹി. മർവാന് ഹയർ സ്റ്റഡീസിന് ഡൽഹിയിൽ കിട്ടി. വലാക്കിൻ ലൈസ ലദൈത്തി മാലുൻ കാഫിൻ. പക്ഷേ അവൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഫഖററു അലാ മുസാഅദത്തിഹി. അങ്ങനെ അവർ മർവാനെ സഹായിക്കാൻ തീരുമാനിച്ചു. കുട്ടികളെ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാരഗ്രാഫ് വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് താഴെ തന്നിട്ടുള്ള ടേബിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ആദ്യത്തിൽ നിങ്ങൾക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഒരു ചോദ്യം തന്നിട്ടുണ്ട്. മൻ മുർഷിദുൻ. മുർഷിദ് ആരാണ്? നമ്മുടെ പാരഗ്രാഫിൽ ആദ്യത്തെ വരിയിൽ തന്നെ തന്നിരുന്നു മുർഷിദുൻ വലതുൻ സ്വാലിഹുൻ. മുർഷിദ് നല്ലൊരു കുട്ടിയാണ്. ഇതേപോലെ താഴത്തെ ടേബിളിൽ നിങ്ങൾക്ക് ചില ചോദ്യങ്ങളും ചില ഉത്തരങ്ങളും തന്നിട്ടുണ്ട്. അവിടെ ചില വാക്കുകൾ എന്താണ് തന്നിട്ടില്ല, അവിടെ ഡേഷാണ് തന്നിട്ടുള്ളത്. അവിടെ വിട്ടുപോയ വാക്കുകളാണ് നമ്മൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് താഴെ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ വാക്ക് മാത. മാത എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ്. ഐന എന്ന് പറഞ്ഞാൽ എവിടെയാണ്. മത എന്ന് പറഞ്ഞാൽ എപ്പോൾ. കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്നാണ്. മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ്. സോ ഈ വാക്കുകളാണ് നിങ്ങൾ ഇവിടെ താഴേക്ക് ടേബിളിലേക്ക് എടുത്ത് എഴുതേണ്ടത്. ഏതിനാണോ യോജിച്ചത് അവിടേക്ക് എഴുതേണ്ടത്. ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. ഡേഷ് ബൈത്തുഹു എന്നാണ് തന്നിട്ടുള്ളത്. ചോദ്യം കംപ്ലീറ്റ് അല്ല, അവിടെ നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഉത്തരം ബൈത്തുഹു ഫിൽ മദീന. വീട് മദീനയിലാണ് എന്നാണ് തന്നിട്ടുള്ളത്. സോ ഉത്തരമായിട്ട് വീട് മദീനയിലാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്താണ് ചോദിക്കേണ്ടത്? വീട് എവിടെയാണ്. സോ ഇവിടെ എവിടെയാണ് എന്നതിന് അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ഐന. സോ നിങ്ങൾ അവിടെ ഐന ബൈത്തുഹു എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. രണ്ടാമത്തത്, അവിടെ ഡേഷാണ് തന്നിട്ടുള്ളത്. ഫിൽ ബൈത്തി എന്ന് തന്നിട്ടുണ്ട്, വീട്ടിൽ. ഇനി ഉത്തരമായിട്ട് ഫിൽ ബൈത്തിൽ ജദ്ദു വൽ ജദ്ദത്തു വൽ അബു വൽ ഉമ്മു വൽ അഹു വൽ ഉഹ്താനി. വീട്ടിൽ വലിയുമ്മ വലിയുപ്പ, ഉപ്പ ഉമ്മ, സഹോദരൻ സഹോദരിമാർ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ചോദ്യമായിട്ട് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് വീട്ടിൽ ആരൊക്കെയാണുള്ളതെന്നാണ്. സോ ഇവിടെ വീട്ടിൽ ഫിൽ ബൈത്തി എന്ന് തന്നിട്ടുണ്ട്. ആര് എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? മൻ എന്നാണ്. സോ നിങ്ങൾ എഴുതേണ്ടത് മൻ ഫിൽ ബൈത്തി, വീട്ടിൽ ആരൊക്കെയാണുള്ളത്. മൂന്നാമത്തത് മാ ഇസ്മു ഹാദിഹിൽ അസ്ര. എന്താണ്? വീടിൻ്റെ പേര് എന്താണ്? കുടുംബത്തിൻ്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടില്ല, അത് നമ്മൾ പാരഗ്രാഫിൽ നിന്ന് എടുത്തെഴുതണം. പേര് നമുക്ക് തന്നിട്ടുണ്ട് പാരഗ്രാഫിൽ. ആലു അദ്നാൻ എന്ന് തന്നിട്ടുണ്ട്. സോ നിങ്ങൾ അവിടെ ഈ ആലു അദ്നാൻ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. നാലാമത്തേത്, അവിടെ ഡേഷ് ഇജ്തമ അഅ്ലാഉൽ അസ്ര.
എന്നിട്ട് ഉത്തരം തന്നിട്ടുണ്ട്. ജിത്തമ അലാ ഉൽ അസ്ര ഫിൽ മസായി, അവർ ഒരുമിച്ച് കൂടിയത് വൈകുന്നേരമാണെന്ന്. സോ നമ്മുടെ ചോദ്യം എങ്ങനെയാണ് വരേണ്ടത്? എപ്പോഴാണ് അവർ ഒരുമിച്ച് കൂടിയത് എന്ന്. സോ എപ്പോൾ എന്നുള്ള വാക്ക് ഏതായിരുന്നു? മത. സോ നിങ്ങളവിടെ മത ജിത്തമ അലാ ഉൽ അസ്ര എന്നാണ് വരേണ്ടത്. എപ്പോഴാണ് അവർ ഒരുമിച്ച് കൂടിയത്? മത എന്ന വാക്കാണ് അവിടെ നിങ്ങൾ എഴുതി ചേർക്കേണ്ടത്. അടുത്തത് നാക്കഷു ചർച്ച ചെയ്തു. ഉത്തരം തന്നിട്ടുണ്ട്. നാക്കഷു ആൻ മർവാൻ, അവർ മർവാനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. സോ നമ്മുടെ ചോദ്യം വരിക എന്താണ് ചർച്ച ചെയ്തത്? എന്ത് എന്നുള്ള അർത്ഥം വരുന്നത് വാക്കാണ് മാത. സോ നിങ്ങൾ അവിടെ മാത എന്ന് എഴുതി ചേർക്കുക. മാത നാക്കഷു എന്താണ് ചർച്ച ചെയ്തത്? നാക്കഷു ആൻ മർവാൻ, മർവാനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇത്രയുമാണ് നിങ്ങളുടെ ഒന്നാമത്തെ പ്രവർത്തനം വരുന്നത്. ഇനി രണ്ടാമത്തേത് നോക്കാം. രണ്ടാമത്തെ പ്രവർത്തനം വരുന്നത് മയ്യിസിൽ ഫിഅല വൽ ഫായിൽ. ഇവിടെ താഴെ നിങ്ങൾക്ക് കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അതിൽ ഫിഅൽ ഏതാണ് ഫായിൽ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് എഴുതാനാണ്. ഇവിടെ ആദ്യത്തേതിൽ നിങ്ങൾക്കൊരു ഉദാഹരണം തന്നിട്ടുണ്ട്. ഖറഅൽ വലദുൽ കിതാബ്. എന്താണ്? ഇവിടെ ഒരു കുട്ടി കിതാബ് ബുക്ക് വായിച്ചു എന്നാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഫിഅൽ എന്താണ്? വായിച്ചു എന്നുള്ളതാണ് ഫിഅൽ, അത് ഖറഅ. സോ നിങ്ങൾ അവിടെ ഫിഅലിൻ്റെ താഴെ ഖറഅ എന്ന് എഴുതി കൊടുത്ത്. ഇനി ഫായിൽ ആരാണ് ഇവിടെ വായിച്ചത്? വലതാണ് അല്ലേ, കുട്ടിയാണ്. സോ അവിടെ ഫായിലിൻ്റെ താഴെ വലത് എന്ന് എഴുതി കൊടുത്ത്. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കിക്കേ. റസമത്തിൽ ബിൻതു ലൗഹത്തിൻ. റസമത്തി എന്ന് പറഞ്ഞാൽ വരച്ചു, കുട്ടി പെൺകുട്ടി പോസ്റ്റർ വരച്ചു. ഫിഅൽ എന്താണ്? ഈ സെൻറ്റൻസിൽ ഫിഅൽ എന്താണ്? അവിടെ എന്താണ് മക്കളെ ചെയ്തത്? പ്രവൃത്തി എന്താണ്? റസമത്തി വരച്ചു എന്നാണ്. സോ ഇവിടെ ഫിഅലിൻ്റെ താഴെ നിങ്ങൾ റസമത്തി എന്ന് എഴുതി കൊടുക്കുക. ഫായിൽ ആരാണ് ചെയ്തത്? പെൺകുട്ടിയാണ്. സോ അവിടെ നിങ്ങൾ ബിൻതി എന്ന് എഴുതി കൊടുക്കുക. ബിൻത്ത് നിങ്ങൾക്ക് അവിടെ ഫായിലിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫിഅൽ മാത്രമാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. റസമത്ത് എന്ന് എഴുതി കൊടുക്കാം. അടുത്ത സെൻറ്റൻസ് യൽഅബുൽ അത്ഫാലു ഫിൽ ഹദീഖ. കുട്ടികൾ പാർക്കിൽ കളിക്കുന്നു. എന്താണ് മക്കളെ ഫിഅൽ? പ്രവൃത്തി എന്താണ്? അവരെന്താണ് ചെയ്യുന്നത്? യൽഅബു കളിക്കുന്നു. സോ നമുക്ക് അവിടെ ഫിഅലിൻ്റെ കോളത്തിൽ യൽഅബു എന്ന് എഴുതി കൊടുക്കാം. ആരാണ് കളിക്കുന്നത്? കുട്ടികൾ. അൽ അത്ഫാലു അത് നമുക്ക് ഫായിലിൽ എഴുതി കൊടുക്കാം. നാമർ റജുലു മുബക്കിറൻ. ഒരാള് മനുഷ്യന് ഉറങ്ങി. നാമ എന്ന് പറഞ്ഞാൽ ഉറങ്ങി, മുബക്കിറൻ നേരത്തെ. സോ ഈ സെൻറ്റൻസിൽ ഏതാണ് ഫിഅൽ? നാമ ഉറങ്ങിയാണ്. പ്രവൃത്തി എന്താണ് അവർ ചെയ്തത്? ഉറങ്ങുകയാണ്. സോ നാമയാണ് ഫിഅൽ. നാമ എന്നുള്ളത് ഫിഅലിൻ്റെ കോളത്തിൽ എഴുതി കൊടുക്കുക. ആരാണ് ഉറങ്ങിയത്? ഒരു മനുഷ്യന്, ഒരാളാണ് ഉറങ്ങിയത്. സോ നിങ്ങൾ റജുലുൻ എന്ന് ഫായിലിൽ എഴുതി കൊടുക്കുക. അടുത്തത് സറഅൽ ഫലാഹുൽ ഷജറത്ത. എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്തു. ഫലാഹു കൃഷിക്കാരൻ, അഷജറ ഒരു മരം. സോ ഇവിടെ എന്താണ്? കൃഷി ചെയ്തു എന്നുള്ളതാണ് ഫിഅൽ. സറഅ എന്നുള്ളത് നിങ്ങൾ ഫിഅലിൻ്റെ കോളത്തിൽ എഴുതി കൊടുക്കുക. പിന്നെ ഫലാഹു എന്നുള്ളത് ഫായിലിൽ, കൃഷിക്കാരനാണ് കൃഷി ചെയ്തത്. സോ നിങ്ങൾ കൃഷിക്കാരൻ എന്നുള്ളത് ഫായിലിൽ എഴുതി കൊടുക്കുക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഒരു സെൻറ്റൻസ് തന്നിട്ട് ഫിഅലും ഫായിലും എഴുതാൻ പറഞ്ഞപ്പോൾ ആദ്യം വരുന്ന വാക്കാണ് ഫിഅലായിട്ട് വരുന്നത്, രണ്ടാമത് വരുന്ന വാക്കാണ് ഫായിലായിട്ട് വരുന്നത്. നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം എളുപ്പത്തിൽ എഴുതാൻ പറ്റുമല്ലോ. അടുത്ത പ്രവർത്തനം നോക്കാം. ഇംല ഉൽ ഫറാവ് ബിൽ മുനാസിബ്. എന്താണ്? ഈ ഒരു വാച്ച്, ഈ ഒരു ക്ലോക്ക് നോക്കിയിട്ട്, സമയം നോക്കിയിട്ട് ഉത്തരം എഴുതാനാണ്. ആദ്യത്തെ സെൻറ്റൻസ് നോക്കിക്കേ. ഇസ്തൈഖല ആതിഫുൻ മിനൻ നൗമി ഫി സാഅത്തി സാദിസത്തി സ്വബാഹൻ. ഇസ്തൈഖല ആതിഫുൻ, ആതിഫ് എഴുന്നേറ്റു, മിനൻ നൗമി ഉറക്കത്തിൽ നിന്ന്, ഫി സാഅത്തി സാദിസത്തി സ്വബാഹൻ, സ്വബാഹൻ എന്ന് പറഞ്ഞാൽ രാവിലെ. രാവിലെ എത്ര മണിക്കാണ് എഴുന്നേറ്റത്? 6 മണിക്കാണ് എഴുന്നേറ്റത്. ഫി സാഅത്തി സാദിസത്തി 6 മണിക്ക് എഴുന്നേറ്റു. ഇനി രണ്ടാമത്തെ സെൻറ്റൻസിൽ നിങ്ങൾ സമയം എഴുതി പൂർത്തിയാക്കണം. തനാവല ആതിഫുൻ ഫുതൂരി ഫി സാഅത്തി. ഇവിടെ പറയാണ് തനാവല ആതിഫുൻ, ആതിഫ് കഴിച്ചു. തനാവല എന്ന് പറഞ്ഞാൽ കഴിച്ചു. എന്താണ്? അൽ ഫുതൂരി ബ്രേക്ക്ഫാസ്റ്റ്.
ഫി സാഅത്തി എത്ര മണിക്കാണ്? ഇവിടെ ക്ലോക്കിൽ തന്നിട്ടുള്ളത് 8 എന്നാണ്. സോ ഇവിടെ നമ്മൾ 8 എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അതായത് സാമിനത്തി. സോ അവന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഫി സാഅത്തി സാമിനത്തി 8 മണിക്കാണ്. അവിടെ വിട്ട ഭാഗത്ത് സാമിന എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് വസല റാത്തിഫുൻ ഇലൽ ഫസ്ലി ഫി സാഅത്തി. റാത്തിഫുൻ വസല എന്ന് പറഞ്ഞാൽ എത്തി, ഇലൽ ഫസ്ലി ക്ലാസ്സിൽ. സോ റാത്തിഫ് ക്ലാസ്സിൽ എത്തി എത്ര മണിക്കാണ്? 9 മണി എന്നല്ലേ ക്ലോക്കിലുള്ളത്. 9 എന്താണ് അറബിയിൽ പറയാം? താസിയ. സോ നിങ്ങൾ അവിടെ എഴുതേണ്ടത് 9 മണി എന്നുള്ളത് ഫി സാഅത്തി താസിറ എന്നാണ്. അടുത്ത സെൻറ്റൻസ് നോക്കാം. അക്കല റാത്തിഫുൻ റദാഇ ഫി സാഅത്തി. റാത്തിഫ് അവൻ്റെ ഉച്ചഭക്ഷണം കഴിച്ചു എത്ര മണിക്കാണ്? 1 മണിക്കാണ് അല്ലേ. 1 മണി എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? 1 o'clock ആണ്. അസാറത്തു വാഹിദത്തി എന്നാണ് വരിക. സോ നിങ്ങളിവിടെ വാഹിദത്തി എന്ന് എഴുതി കൊടുക്കുക 1 മണി എന്നുള്ളത്. അവസാനത്തെ ചോദ്യം റജഅ ഇലൽ ബൈത്തി ഫി സാഅത്തി ഡേഷ് മസാഅൻ. മസാഅൻ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം. റജഅ എന്ന് പറഞ്ഞാൽ എത്തി, ഇലൽ ബൈത്തി വീട്ടിൽ. സോ വീട്ടിൽ വൈകുന്നേരം തിരിച്ചെത്തി എന്നാണ്. എത്ര മണിക്കാണ്? 4 മണിക്ക്. 4 മണി എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? റാബിയത്തി എന്ന് എഴുതാം. സോ നിങ്ങൾ അവിടെ വിട്ട ഭാഗത്ത് റാബിയത്തി എന്ന് എഴുതി കൊടുക്കുക. അടുത്ത പ്രവർത്തനം നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു കലണ്ടർ തന്നിട്ടുണ്ട്. മാർച്ച് മാസത്തിലെ കലണ്ടറാണ് തന്നിട്ടുള്ളത്. ഇതുമായി നിങ്ങൾക്ക് താഴെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം അദദു യൗമിൽ അർബിഅഇ ഫി ഷഹരി മാർച്ച്. മാർച്ച് മാസത്തിൽ എത്ര ബുധനാഴ്ചകളുണ്ട് എന്നാണ്. ഇവിടെ കലണ്ടറിൽ ശ്രദ്ധിക്കുക. ഇവിടെ സ്നേനി എന്ന് പറഞ്ഞാൽ തിങ്കളാണ്, സുലാസ എന്ന് പറഞ്ഞാൽ ചൊവ്വ, അർബിയ എന്ന് പറഞ്ഞാൽ ബുധന്, ഹുമൈസ് എന്ന് പറഞ്ഞാൽ വ്യാഴം, ജുമുഅ വെള്ളി, സബത്ത് എന്ന് പറഞ്ഞാൽ ശനി, അഹദ് എന്ന് പറഞ്ഞാൽ ഞായറാണ്. ഇവിടെ നമ്മളെടുത്ത് ചോദിച്ചത് അർബിയ ബുധനാഴ്ചയാണ്. ഇവിടെ 5-ാം തീയതി ബുധനാണ്, 12-ാം തീയതി ബുധനാണ്, 19-ാം തീയതി ബുധനാണ്, 26-ാം തീയതി ബുധനാണല്ലോ. സോ ഇവിടെ ഈ ഒരു മാർച്ച് മാസത്തിൽ 4 ബുധനുകളാണ് വരുന്നത്. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 4 ആണ്. നിങ്ങൾക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇനി അടുത്തത് പറയാണ് അദദു യൗമി ഡേഷ് ഫി ഷഹരി മാർച്ച്. മാർച്ച് മാസത്തിൽ ഏതെങ്കിലും ഒന്ന് 5 എണ്ണമുണ്ട്. എത്ര എണ്ണമാണ്? ഉത്തരം തന്നിട്ടുണ്ട് 5 എണ്ണം എന്ന് തന്നിട്ടുണ്ട്. അതേത് ദിവസമാണെന്നാണ് ചോദിച്ചത്. 5 എണ്ണം വരുന്നത് യൗമുൽ ഇസ്നൈനി തിങ്കളാഴ്ചയാണല്ലേ. 3-ാം തീയതി, 10-ാം തീയതി, 17, 24, 31. സോ ഇവിടെ തിങ്കളാഴ്ചയാണ് 5 എണ്ണം വരുന്നത്. നിങ്ങൾ അവിടെ സ്നേനി എന്ന് എഴുതി കൊടുക്കുക. അടുത്ത ചോദ്യമാണ് മാർച്ച് 14 ഏതാണെന്ന്. യൗമു ഡേഷ് ആണ്. അതേതാ? മാർച്ച് 14 ഏത് ദിവസമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കലണ്ടറിൽ നോക്കാം. 14 ഡേറ്റ് നോക്കിക്കേ. 14 ഇവിടെ ജുമുഅ ആണ്. സോ നിങ്ങൾ അവിടെ യൗമുൽ ജുമുഅ വെള്ളിയാണ്. യൗമുൽ ജുമുഅ എന്ന് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് മാർച്ച് 25. മാർച്ച് 25 ഏതാണ് ദിവസം? 25-ാം തീയതി അൽ-സലാസ ചൊവ്വാഴ്ചയാണ് വരുന്നത്. ഓക്കെ, 25 ഡേറ്റിന്റെ മുകളിലത്തെ ദിവസം ചൊവ്വയാണ്, സലാസ ആണ്. ഇവിടെ എഴുതി കൊടുക്കുക. ഇനി മാർച്ച് 20-ാം തീയതി ഏത് ദിവസമാണ്? അൽ ഹമീസ് വ്യാഴാഴ്ചയാണ് വരുന്നത്. സോ നിങ്ങൾ അവിടെ അൽ ഹമീസ് എന്ന് എഴുതി കൊടുക്കുക. ആദ്യത്തെ ചോദ്യം അദദു യൗമിൽ ഹമീസ് ഫി ഷഹരി മാർച്ച്. മാർച്ച് മാസത്തിൽ എത്ര വ്യാഴാഴ്ചയുണ്ട്? ഹമീസ് എന്ന് പറഞ്ഞാൽ വ്യാഴം. എത്ര വ്യാഴാഴ്ചയാണെന്ന് കലണ്ടറിൽ എണ്ണി നോക്കിക്കേ. ഹമീസിൻ്റെ നേരെ താഴെ 6, 13, 20, 27 4 എണ്ണമാണ് വരുന്നത്. വാഹിദ്, ഇസ്നാനി, സലാസ, അർബ 4 എണ്ണം. സോ നിങ്ങൾ അവിടെ അർബ എന്ന് എഴുതി കൊടുക്കുക. ഇനി നമുക്ക് 5-ാമത്തെ പ്രവർത്തനം നോക്കാം. ചിത്രത്തിന് യോജിച്ചത് വരച്ചു കൊടുക്കാനാണ്. ഒന്ന് ഉദാഹരണം നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. ഉപ്പയുടെ ചിത്രമാണല്ലേ അത്. അതിൻ്റെ നേരെ അബുനിലേക്ക് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ തന്നത് ആരാണ്? ഉമ്മുൻ അടിയിലുണ്ട്. സോ നിങ്ങൾ അടിയിലേക്ക് വരച്ചു കൊടുക്കുക. അടുത്തത് അഹുൻ എന്ന് പറഞ്ഞാൽ സഹോദരൻ, നിങ്ങൾ വരച്ചു കൊടുക്കുക. ഉഹുത്തുൻ സഹോദരി, അത് വരയ്ക്കാം. പിന്നെ അൽ ജദ്ദത്ത് എന്ന് പറഞ്ഞാൽ വലിയുമ്മയാണ്. അൽ ജദ്ദു വലിയുപ്പയാണ്. സോ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും ചോദ്യങ്ങളാണ് വരുന്നത്.
സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. സോ ദാറ്റ്സ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.